ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ നാനയുടെ വിജയത്തിൻ്റെ പത്രക്കാരും ചാനലുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. ഡിസൈൻ രംഗത്ത് ഏതൊരാളും കൊതിക്കുന്ന ഒരു അവാർഡാണ് നാനയ്ക്ക് കിട്ടിയത്. ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ഉണ്ടെന്നറിയാം. ഇതിനെക്കുറിച്ച് നാനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളീ പറയുന്നത് പോലെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല. പല ഡിസൈനേഴ്സും തയ്യാറാക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. പിന്നെ കുട്ടിക്കാലം മുതൽക്കേ അച്ഛനായിരുന്നു എൻ്റെ ഗുരു. പക്ഷേ എനിക്ക് ഈ രംഗത്ത് ഉയർച്ച ഉണ്ടായത് എൻ്റെ വിവാഹശേഷമാണ്. ഞാൻ ഈ അനന്തപുരി തറവാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കഴിവുകളൊന്നും പുറം ലോകം അറിയുമായിരുന്നില്ല. എല്ലാത്തിനും ഞാൻ ഈ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുക. അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാ എനിക്ക് ചുറ്റിനും ഉള്ളവർ. ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ എൻ്റെ ഭർത്താവ് വിജയങ്ങൾ കൊയ്യുമ്പോൾ ആ വിജയത്തിൽ ഒരു പങ്കാളിയാവാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യ. പിന്നെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഭാര്യയുടെ ഈ നേട്ടത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? ഈ നേട്ടം നാനയ്ക്ക് മാത്രം അർഹതപ്പെട്ടതാ. ഞാൻ അത്രയ്ക്ക് പ്രോത്സാഹനമൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് തന്നെ അത്ഭുത എൻ്റെ ഭാര്യ. പിന്നെ നാന പറഞ്ഞതുപോലെ തന്നെ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്നാണ് ഓരോരോ ഡിസൈൻസും വരയ്ക്കുന്നത്. അതൊന്നും ഇതുവരെ മോശമായിട്ടില്ല. ഈ മൂർത്തീസ് ജ്വല്ലറിൻ്റെ നെടുന്തൂണ് സാറാണല്ലോ. സാറിന് നാനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ കാലത്ത് നിങ്ങൾ പെൺകുട്ടികൾ പിന്തുടരേണ്ട സ്വഭാവക്കാരിയാണ് നാന. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള അംഗീകാരമൊക്കെ മോക്ക് കിട്ടുമ്പോഴും മോള് നല്ലൊരു കുടുംബിനിയാണ്. ഈ കുടുംബത്തിലെ എല്ലാ ജോലികളും ഓടി നടന്ന് ചെയ്യുന്ന ഒരു കുട്ടിയാണ് നാന മോള്. അതിനിടയിൽ വീണ് കിട്ടുന്ന ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ളൊരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ബാക്കി നാന പറയാണ്, ഇതാണ് ഈ വീട്ടിൻ്റെ രീതി. എല്ലാവരും എല്ലാവരെയും അംഗീകരിക്കുന്നവരാ. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം അത്രത്തോളം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പത്രക്കാരിൽ ഒരാൾ പറയാണ്, ഇന്നിവിടെ ആഘോഷത്തിൻ്റെ ഒരു പ്രതീതിയാണ്. ഒരുപാട് അംഗങ്ങളായിട്ടുള്ള ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നതുകൊണ്ടാണ് എനിക്കിതിനെല്ലാം അവസരം കിട്ടിയത് എന്നാണ് നാന പറയുന്നത്. അത് 100% സത്യമാണ്. മൂർത്തീസ് ജ്വല്ലറിയുടെ പരിശുദ്ധിയുടെ കാര്യത്തിൽ നമ്മളെയെല്ലാം വിസ്മയിപ്പിക്കുമ്പോൾ ആ ജ്വല്ലറിയുടെ മാറ്റുകൂട്ടാൻ ഇനിയും നാനയുടെ വൈവിധ്യമാർന്ന ഡിസൈനുകൾക്ക് കഴിയട്ടെ. താങ്ക് യു സാർ. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോഴാണ് ആദർശ് കൈകൊടുക്കുന്നത്. കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പച്ചി അമ്മയുടെ അടുത്ത് പറയാണ്, അവൻ പരിസരബോധം ഇല്ലാതെയാണ് കൈപിടിച്ച് കുലുക്കുന്നത്. ഒരു അവാർഡ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇത്രയും അഭിനന്ദനം വേണോ? അപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, എടാ മോനെ മതിയടാ, അല്ലെങ്കിൽ മോളുടെ കൈയൊടിഞ്ഞു പോവും. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, എന്തായാലും നാനമോള് കാരണം നമ്മളെല്ലാവരും ചാനലിൽ വരിക, ദേവയാനി ഉൾപ്പെടെ. അപ്പം ജലജ, മരുമോളുടെ പേരിലാണ് ഇനി അമ്മായിയമ്മ അറിയപ്പെടാൻ പോകുന്നത്. അത് കേട്ട് കനകയും ഒന്നാക്കിയ രീതിയിൽ ചിരിക്കുക. ഇത്രയും ടാലൻ്റുള്ളൊരു കുട്ടിയെ നമ്മുടെ കമ്പനിയുടെ ഡിസൈൻസിൻ്റെ ഹെഡായി നിയമിക്കുന്നതിൽ എന്താ തെറ്റ്? കാലം കഴിഞ്ഞില്ലേ ജയ? ഇത് ഞാൻ അച്ഛനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഉറപ്പായിട്ടും അതിനുള്ള അർഹത നാനമോൾക്കുണ്ട്. ഇവിടെ ചിലർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ കമ്പനി ഡിസൈനേഴ്സിൻ്റെ ഹെഡായിട്ട് നാനമോളെ നിയമിക്കുന്ന കാര്യം അച്ഛൻ പറയുന്നത്. അപ്പോൾ ദേവയാനി പറയാ, അതിനവൾക്കിവിടെ ഒരുപാട് ജോലിയില്ലേ? ഇവിടുത്തെ പണിയൊക്കെ നിനക്കും ജലജക്കും ചെയ്താലെന്താ? നിങ്ങൾക്കല്ലേ ഒരു പണിയില്ലാത്തത്? മുത്തശ്ശൻ പറയാ. ഇടയ്ക്ക് നാനമോള് പോയപ്പോൾ നിങ്ങൾ രണ്ടുപേരുമല്ലേ അടുക്കളയിൽ കയറിയത്? അന്നുണ്ടാക്കിയത് ഒക്കെ ഇവർക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. നാനമോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കിയിട്ട് ആദർശിനൊപ്പം നാനമോളും കമ്പനിയിലേക്ക് പോയിരിക്കും. അങ്ങനെയെങ്കിൽ ആദർശിൻ്റെ ക്യാബിനകത്ത് അടുത്ത് നാനമോൾക്കും ഒരു സീറ്റ്, ഒരു ക്യാബിന് അത്യാവശ്യമാണ്. പിന്നെ മുത്തശ്ശൻ ദേവനോട് പറയാണ്, നീ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാണ്. അത് നമ്മളെല്ലാവരും സമ്മതിച്ച കാര്യമാണ്. എന്നാൽ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും നിന്നേക്കാൾ ഒരുപാട് മുകളിലാണ് നാനമോൾ, നിൻ്റെ മരുമകൾ. എന്നിട്ടാണ് ഈ തറവാടിൻ്റെ മരുമകൾ ഇനി വരാൻ പോകുന്ന കുട്ടിയാണ് എന്നൊക്കെ നീ പറയുന്നത്? ആദ്യം സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ ശ്രമിക്കണം, എന്നിട്ട് വേണം മരുമകളെ കുറ്റപ്പെടുത്താൻ. ഞാനൊന്നിനും എതിരല്ല അച്ഛാ. അവൾ വരുന്നെങ്കിൽ ആദർശ് വിളിച്ചുകൊണ്ട് പോയിക്കോട്ടെ. അവിടെയാണ് നീ ഒരു അമ്മായിയമ്മയല്ല എന്ന് ഞങ്ങളൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരുമോളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അവളെ അംഗീകരിക്കേണ്ടതും ചെയ്യേണ്ടത് നീയല്ലേ? അച്ഛാ, ഞാനായിട്ട് ഒന്നും ചെയ്യില്ല. ഞാൻ അവളുടെ അമ്മായിയമ്മയൊന്നുമല്ല.
എനിക്കാണെങ്കിൽ അവളെ മരുമകളായിട്ട് കാണാനൊട്ട് കഴിഞ്ഞിട്ടുമില്ല. അതൊരു പക്ഷേ അവൾ ഇവിടേക്ക് വന്നത് ആ രീതിയിലായതുകൊണ്ടാവാം. ഇപ്പം എല്ലാ അർത്ഥത്തിലും ഈ കുടുംബക്കാർക്ക് യോജിച്ച രീതിയിൽ അങ്ങനെയുള്ളൊരർത്ഥത്തിൽ വരാൻ പോകുന്നത് അനാമിക മോള. അതുകൊണ്ടാണ് അവളെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കുന്നത്. കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റില്ലച്ചാ. കല്യാണത്തിന് ആണെങ്കിൽ പയ്യൻ്റെ അമ്മ പങ്കെടുക്കുന്ന രീതി നമ്മളെ കുടുംബത്തിലും ഇല്ല. കല്യാണം കഴിഞ്ഞ് വധൂവരന്മാർ വരുന്നത് കാത്തിരിക്കുകയായിരിക്കും. അങ്ങനെ വരുന്ന മരുമകളെ വിളക്ക് കൊടുത്ത് കൈപിടിച്ച് കയറ്റുകയാണ് നമ്മളെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കാത്തിരുന്നു. അവസാനം വന്നതോ നയന. ഞാൻ കാത്തിരുന്നതോ നവ്യയെ. അപ്പോഴാണ് ഞാൻ ആൾമാറാട്ടത്തിൻ്റെ കഥ അറിഞ്ഞത്. അതെന്തുകൊണ്ടും നമ്മുടെ ഭാഗ്യയില്ല ദേവയാനി. നവ്യയേക്കാൾ ഒരുപാട് മുകളിലല്ലേ നയന. ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാ മരുമക്കളും നല്ലതായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിനക്ക് കിട്ടിയ മരുമകൾ എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിന് ചേർന്ന മരുമകളാണ്. നമ്മളെയൊക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാണ് അവൾ ഈ വീട്ടിൽ ജീവിക്കുന്നത്. എന്നിട്ടും അവളെ അംഗീകരിക്കാൻ പറ്റാത്തത് നിൻ്റെ മനസ്സിൻ്റെ വൈകല്യം കൊണ്ടാണ്. അതെ, വൈകല്യമുള്ള മനസ്സാണ് എൻ്റേത്. അത് അത്ര പെട്ടെന്നൊന്നും മാറില്ലച്ചാ. അതും പറഞ്ഞ് അവർ പോയി. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അച്ഛനോട്, അവൾ അങ്ങനെയൊക്കെ പറയും. പക്ഷേങ്കിൽ എന്ന് പറഞ്ഞാൽ നയനമോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദർശ് പോകുമ്പോൾ നയനമോളെ കൂടി അയക്കാം. അവളെയും അവൻ്റെ കമ്പനിയിൽ നിയമിക്കണം. ശരിയച്ചാ, നമുക്കതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കാം. നയന ഇത്രയും വലിയൊരു അംഗീകാരമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നല്ല സന്തോഷത്തിലാണുള്ളത്. കൂടെ ആദർശ് കൈകൊടുത്തതും കൺഗ്രാറ്റ്സ് പറഞ്ഞതും ഒക്കെ ഓർത്തിട്ട് അപ്പോഴേക്കും അവിടെ ആദർശ് വന്ന് പിറകുവശത്തുകൂടി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയാണ്, ഏയ് എന്താ ഇത്? അപ്പോൾ ആദർശ്, എന്താണെന്ന് മനസ്സിലായില്ലേ? ഭാര്യയെ ഭർത്താവ് ഒന്ന് സ്നേഹിച്ചതാ. ആദർശ് ബെഡിലിരുന്നിട്ട് ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ആദർശേട്ടാ എന്ത് പറ്റി? എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അത് ഞാൻ പിന്നെ ചിന്തിക്കുകയാണ്, ഇവളെൻ്റെ ഭാര്യയല്ലേ, പിന്നെ എന്തിനാ ഇവളുടെ മുന്നിൽ ഞാൻ വിറക്കുന്നത്? എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഞാനൊരു കഴിവില്ലാത്ത ഭർത്താവാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പം ഞാൻ പറയാം, ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് അസൂയാണ് തോന്നുന്നത്. അതായത് തന്നെ കഴിവുകൾ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ട് അഹങ്കരിച്ച് നടക്കുന്നയാളാണ് ആദർശേട്ടൻ. പിന്നെ ഈ ചോദിക്കുന്നതിന് എന്ത് പ്രസക്തിയുള്ളത്? എന്നാലും ഒരു ഭർത്താവെന്ന നിലയിൽ ഞാനൊരു പരാജയമാണോ എന്നെനിക്കൊരു സംശയം. എന്നെനിക്ക് തോന്നിയിട്ടില്ല. ആണോ? അതെ, ആദർശേട്ടൻ ഒരുപാട് കഴിവുള്ള ആളല്ലേ. നീ എന്താ എന്നെ കളിയാക്കുക? ഞാനൊരിക്കലും ആദർശേട്ടനെ കളിയാക്കാറില്ല. അപ്പോൾ ആദർശ് പറയാണ്, നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവണം. എന്നുവെച്ചാൽ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷയാണല്ലോ. അതിൽ ഞാൻ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ പിന്നെ വിജയിക്കാൻ എന്താ ചെയ്യേണ്ടത്? വിജയിക്കാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ. നിന്നെ ഇങ്ങനെ തൊടുമ്പോൾ നീ എന്തിനാ അലറി വിളിക്കുന്നത്? എപ്പോൾ? രാത്രിയിൽ. അത് പിന്നെ ഞാൻ താഴെ കിടന്നുകൊണ്ടിരുന്നതാ. ഇപ്പോഴാണ് ഒരു ബെഡിൽ കിടക്കുന്നത്. പിന്നെ രാത്രിയിൽ വന്ന് തട്ടുകയൊക്കെ ചെയ്താൽ പേടിയാവില്ലേ? എടി, ഭാര്യ എന്തിനാ ഭർത്താവിനെ പേടിക്കുന്നേ? അങ്ങനെ ഒരകലം തുടക്കം മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. അതിൻ്റെ പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഇത്ര ചിന്തിക്കാൻ? എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. അടുത്തൊരു പെൺകുട്ടിയും കൂടി ഇങ്ങോട്ട് വരിക. അപ്പോൾ നമ്മളിനി ഒരുപാട് മാറാനുണ്ട്. സാരില്ല, നമ്മളെ ആഗ്രഹം നടക്കും. ആദർശേട്ടനൊന്ന് മാറാൻ ശ്രമിക്കുക. ആ മാറ്റത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കാം. മനസ്സുകൊണ്ട് എന്നെ വെറുക്കാതിരുന്നാൽ മാത്രം മതി. ഈ മനസ്സിൽ എന്നും എനിക്ക് ഇത്തിരി സ്ഥാനം മാറ്റിയിട്ടാൽ മാത്രം മതി. അവൾ പോയി കഴിഞ്ഞപ്പോൾ ആദർശ് ചിന്തിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും അവൾ അടുത്തോട്ട് വരുമ്പോൾ എന്തായാലും മൊത്തത്തിലൊരു നെഞ്ചിടിപ്പുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ പറഞ്ഞതാ ശരി. ആദ്യമേ ഒരു അകലം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം ശരിയാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വേണ്ടി വരും. അപ്പോഴാണ് അനാമിക വരുന്നത്. അനാമിക വന്നപ്പോൾ ദേവയാനി പറയാണ്, ആഹാ, ഇതാരായി വരുന്നത്? അപ്പോൾ അവൾ പറയാണ്, ഇവിടെ ഒരാൾക്ക് അവാർഡൊക്കെ കിട്ടിയെന്ന് പറയുന്നത് കേട്ടല്ലോ. അതിനൊരു പ്രസൻറ്റ് തരാൻ വന്നതാ. നയനമോളെ ബെസ്റ്റ് ഇന്ത്യൻ ഡിസൈനറായി തിരഞ്ഞെടുത്തിരിക്കുക. ചാനൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ താരം നയനമോളാ. അപ്പോഴാണ് ദേവയാനി പറയുന്നത്, എന്തോന്ന് താരാന്ന് അജയേട്ടനീ പറയുന്നേ? അവൾ ഹാർഡ് വർക്കും കടയൊക്കെ ആയിട്ട് നടന്നതല്ലേ. അപ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് ആദ്യം വരാൻ പോകുന്നത് ഈ അനാമിക മോളാ. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അപ്പം മറ്റു 2 പേരോ? അവരെ ഇവിടെ ആരും മരുമക്കളായിട്ട് കൂട്ടിയിട്ടില്ല.
അപ്പോഴാണ് നവ്യയുടെ മറുപടി. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ താലിയിട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ പെൺകുട്ടി പിന്നെ ആ വീട്ടിലെ മരുമകൾ തന്നെയാ. അപ്പോഴാണ് അജയൻ പറയുന്നത്, ആ അത് മോള് പറഞ്ഞത് ശരിയാ. ദേവയാനി, എന്തോന്ന് ശരി? അപ്പോൾ ഇവളെങ്ങനെ ഈ വീട്ടിലേക്ക് വന്നത്? ഇവളുടെ അനിയത്തി എങ്ങനെയാണ് വന്നത്? ആദ്യം മുഖം മറച്ചൊരുത്തി ആദർശിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഇവളോ അബിയുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് പറഞ്ഞ് കടന്നു വന്നു. എന്ന് വെച്ചാൽ മാന്യമായിട്ടല്ല ഇവളുമാരുടെ അമ്മ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ നാനയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അനാമിക പോയിട്ട് പറയാണ്, എന്തായാലും നാനയടത്തേക്ക് എൻ്റെ വക ഒരു പ്രസൻറ്റ്. പ്രസൻറ്റോ? അപ്പോഴാണ് അജയൻ പറയുന്നത്, നയന മോൾക്ക് അവാർഡ് കിട്ടിയതിന് അനാമിക മോളുടെ വക പ്രസൻറ്റ്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. എങ്കിലേ എൻ്റെ ഒരു സന്തോഷത്തിനിരിക്കട്ടെ. താങ്ക്സ്. അപ്പോഴാണ് ദേവയാനി പറയുന്നത്, മോളനി ഇവളുമാരിക്ക് ഇങ്ങനെയുള്ള സമ്മാനങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ വീട്ടിൽ വരാനുള്ള അർഹത രണ്ടെണ്ണത്തിനും ഇല്ല. അത് ഞാൻ എവിടെയും പറയും. അപ്പോഴാണ് ആദർശ് പറയുന്നത്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടാ പിന്നെ എങ്ങനെ സംസാരിക്കണം? ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളാണ് അനാമിക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യം. ഒരു മരുമകൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അത് ആ വീട്ടിലെ മരുമകളാണെന്ന് അമ്മയമ്മയ്ക്ക് കൂടി തോന്നണം. അങ്ങനെ തോന്നിയെങ്കിൽ മാത്രമേ അവരാ വീട്ടിൽ അലങ്കാരമാകത്തുള്ളൂ. അജയ, നീയും നിൻ്റെ ഭാര്യയും 100% തൃപ്തിയോടെയല്ലേ അനാമിക മോളെ ഇവിടെ കൈപിടിച്ച് കയറ്റാൻ പോകുന്നത്? അങ്ങനെയുള്ളപ്പം മരുമകളെന്ന് വിളിക്കാൻ അർഹതയുള്ളത് അനാമിക മോൾക്ക് മാത്രം. നീയൊക്കെ മോളെ പാദസേവ ചെയ്യേണ്ടവരാ. അപ്പം നാന പറയാ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം അമ്മേ. അങ്ങനെ ചെയ്യുമ്പോഴെങ്കിലും ഞങ്ങളെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. അപ്പോഴാണ് നവ്യയുടെ മറുപടി, നമുക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള അവകാശമുണ്ട്. നീ അടുക്കളക്കാരിയാവുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ നിനക്ക് പുറത്തിറങ്ങാം. മൂർത്തിസ് ജ്വല്ലറിയിലെ ഡിസൈനറാവാം. ധൈര്യം ഉണ്ടെങ്കിൽ ഇവളൊന്ന് പോയി നോക്കട്ടെ. വെല്ലുവിളി വേണ്ട അമ്മേ. വെല്ലുവിളിച്ചാൽ നീ എന്തോന്ന് ചെയ്യൂടി? എന്താടാ ഇവിടെ ഒരു ബഹളം? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? മുത്തശ്ശൻ വന്ന് ചോദിക്കാം. മുത്തശ്ശൻ പറയാ, ഞാൻ കേട്ടു ചിലതൊക്കെ. മോൾക്ക് മൂർത്തിസ് ജ്വല്ലറിൻ്റെ ഡിസൈനറാവണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല മുത്തശ്ശ. ഉണ്ടെന്ന് മോള് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ മോള് ഇവൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ആവും. പിന്നെ ദേവയാനിയോടായിട്ട് മുത്തശ്ശൻ പറയാണ്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളൊന്നും ഈ വീട്ടിലെ മരുമക്കളല്ല എന്നാണ് അമ്മായി പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇവളും നമ്മളെ മരുമകളല്ല. മുത്തശ്ശൻ പറയാ ദേവയാനിനെ കൊണ്ട്. അപ്പോൾ ദേവയാനി പറയാ, ഞാൻ അന്തസ്സായിട്ടല്ലേ അച്ഛാ ഈ വീട്ടിൻ്റെ പടി കടന്ന് വന്നത്. പടി കടന്ന് വന്നതൊക്കെ അന്തസ്സായിട്ട് തന്നെ. പക്ഷേ നിനക്കൊരു മരുമകൾ വന്നേ പിന്നെ നിനക്ക് അന്തസ്സില്ലാതായി. മുത്തശ്ശൻ പറയാ, ഒരുപാട് പേർക്ക് അഭയം കൊടുത്തിട്ടുള്ളവരാണ് ഈ അനന്തപുരിക്കാർ. പലരെയും എപ്പോഴും സംരക്ഷിക്കുന്നുമുണ്ട്, വീട്ടിനകത്തും പുറത്തും. ആ ചരിത്രമൊക്കെ നിനക്കറിയാലോ. അങ്ങനെയുള്ളവർ പോലും നിലമറന്ന് പെരുമാറുന്നുണ്ട്. എന്നാൽ കല്യാണം നടന്നത് എങ്ങനെയായാലും എൻ്റെ കൊച്ചുമക്കളുടെ ഭാര്യമാരാണ് ഇവർ രണ്ടുപേരും. അതിൻ്റേതായ മാന്യത അവർക്ക് കൊടുത്തേ പറ്റൂ. അനാമിക മോൾ നാളെ അനിയുടെ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ 3 പേർക്കും തുല്യസ്ഥാനാണുള്ളത്. മൂത്ത മരുമകൾ എന്ന നിലയിൽ നിനക്ക് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും ഇപ്പോൾ കൊച്ചു മരുമക്കൾ എന്നതിലേറെ മൂത്ത മരുമകളായ നയനമോൾക്ക് കൊടുത്തേ പറ്റൂ. എന്ന് വെച്ചാൽ എനിക്കേറി വരുന്ന അനാമിക മോളും നയനയെ ബഹുമാനിക്കണം എന്നർത്ഥം. പിന്നെ അജയ് പറയാണ്, പോട്ടച്ച, ഏട്ടത്തി കുറേ കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും. മുത്തശ്ശൻ, മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്നും കുറച്ച് പെൺകുട്ടികൾ ഇങ്ങോട്ട് വരും ഈ വീട്ടിലെ സ്ത്രീകളെ അണിയിച്ചൊരുക്കാൻ. എന്നും നയന ഉൾപ്പെടെയുള്ളവരല്ലേ വെച്ച് വിളമ്പുന്നത്. ഇന്നെല്ലാവർക്കും വിശ്രമം കൊടുക്കാം. അണിഞ്ഞൊരുങ്ങിയിട്ട് അവരെല്ലാം ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ പോയിക്കോട്ടെ. നമ്മളാണ് ഇന്ന് ഈ വീട്ടിലെ പാചകക്കാർ. എന്താ ജയ? അത് കൊള്ളാം. പക്ഷേ അച്ഛാ, ആര് പാചകം ചെയ്യും? നീയും ഞാനും ഈ വീട്ടിലെ ആണുങ്ങൾ എല്ലാവരും ഉൾപ്പെടെയുള്ളവർ ഇന്ന് പാചകം ചെയ്യും. ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താടാ മോനെ? ഞാൻ റെഡിയാ. എന്നാൽ പിന്നെ നിങ്ങളങ്ങ് റെഡി ആയിക്കോ. നല്ല അസല് ബ്യൂട്ടീഷ്യന്മാർ ഇപ്പോൾ വരും. അത് കഴിഞ്ഞ് എല്ലാവരും ഗ്ലാമറായിട്ട് പുറത്ത് പോയിട്ട് എൻജോയ് ചെയ്യും. ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നാവാം. എന്താ ദേവയാനി? അങ്ങനെ ആയിക്കോട്ടെ അച്ഛാ. എടാ ജയ, അവരോട് പോയിട്ട് വിവരം പറയും. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി പറയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറില്ല മോളെ. എൻ്റെ മോൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് വാരിക്കോരി സ്നേഹം കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാ. അത് നടന്നില്ല. എല്ലാവരും കേൾക്കുന്നുണ്ട്. ആദർശും നയനയും അതുണ്ട്, കനകയോ
നവ്യയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. പിന്നെ ഇവനും അനിയും തമ്മിൽ എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മരുമകൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കൂടി ഞാൻ നിനക്ക് തരും. എനിക്ക് ആദർശും അനിയും ഒരുപോലെയാണ്. അത് കേട്ടപ്പോൾ ആദർശ് വിളിക്കാണ്, നാനാ നീ വാ. അനാമിക ഇതൊക്കെ കേട്ടപ്പോൾ ഒരു മുഴം പൊന്തി. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അവിടെ വന്നിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.